മെസ്സിക്ക് എന്തുകൊണ്ട് ഗോൾഡൻ ബോൾ കിട്ടിയില്ല എന്നുള്ളതാണ് പുതിയ പ്രശ്നം. ആരാ റോഡ്രി എന്നല്ല ചോദിക്കുന്നത്. മെസ്സിന് എത്ര ഗോൾ ഉണ്ടോ, അസിസ്റ്റ് ഉണ്ടോ, ഇതൊക്കെയാണ് ചോദ്യം. ഈ സീസണൽ ഫാൻസിന് എന്ത് ഡിഫൻസീവ് മിഡ്ഫീൽഡർ, നമ്മൾ എങ്ങനെയാണ് ഇവരെ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുക? സ്പെയിൻ ടീമിൻ്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ് റോഡ്രി. പുള്ളീൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾ അടിക്കലല്ല, ഡിഫൻസിൻ്റെയും അറ്റാക്കിങ്ങിൻ്റെ ഇടയ്ക്കുള്ള ഒരു സുപ്രധാന ലിങ്ക്. ഡിഫൻസ് തുടങ്ങുന്നത് അവിടെ നിന്നാണ്, അറ്റാക്കിങ് തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ സ്പാനിഷ് ടീമിനെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കുറവ് ആകെ ഒറ്റ ഗോൾ മാത്രമേ സ്പാനിഷ് ടീം ഈ ഒരു ടൂർണമെൻറ്റിൽ വാങ്ങിയിട്ടുള്ളൂ. അതിന് ഈ ഒരു ഡിഫൻസിന് നേതൃത്വം കൊടുക്കുന്നത് തന്നെ റോഡ്രിയാണ്. ഒരു ടീമിൻ്റെ ഘടന തന്നെ പല കോച്ചുമാരും ചിട്ടപ്പെടുത്തുക ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ കാപ്പബിലിറ്റി അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇനി ടൂർണമെൻറ്റിൽ തന്നെ ചില സ്റ്റാറ്റ്സ് നോക്കുന്നതാണെങ്കിൽ ഏറ്റവും കൂടുതൽ കംപ്ലീറ്റഡ് പാസ്, അതായത് വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കംപ്ലീറ്റഡ് പാസ് എന്ന് പറയുന്നത് റോഡ്രിൻ്റെതാണ്. അതിന് പുറമെ 2024 ബാലൻ ഡിയോർ ജേതാവ് കൂടിയാണ്. പലർക്കും ഇതൊന്നും അറിഞ്ഞൂടായിരിക്കും. റോഡ്രി എന്നുള്ള പേര് തന്നെ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നുണ്ടാവും. മെസ്സി നന്നായി കളിച്ചിട്ടില്ല എന്നല്ല പറഞ്ഞു വരുന്നത്. മെസ്സി നന്നായി കളിച്ചു. പക്ഷേ ഗോളുകളെ കാര്യമൊക്കെ നോക്കുന്നതാണെങ്കിൽ മെസ്സി അടിച്ച കൂടുതൽ ഗോളുകളും ഈ ടൂർണമെൻറ്റിൻ്റെ തുടക്കത്തിലായിരുന്നു. ഇനി അവസാനത്തിലോട്ട് വരുമ്പോൾ ഫൈനലിലേക്ക് അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. ഗോളിൻ്റെ എണ്ണവും അസിസ്റ്റിൻ്റെ എണ്ണവും നോക്കിയിട്ട് കൊടുക്കുന്ന അവാർഡല്ല ഗോൾഡൻ ബോൾ.